നമ്മൾ പുതിയൊരു പ്രോജക്റ്റ് ബൈക്ക് സെറ്റാക്കാൻ പോകണം കേട്ടോ. അവിടെ പണ്ട് ഉണ്ടായിരുന്നൊരു ബൈക്കാണ്, അത് ഞങ്ങൾ സ്റ്റാർട്ടാക്കി എടുത്ത് നല്ല ഓഫ് റോഡ് സെറ്റ് പണിതെടുത്തേക്കാന്ന് വെച്ചാൽ നമ്മുടെ വണ്ടി ഒരു RTR 180 ആയിരുന്നു സാധനം. ഇപ്പോൾ ഒരു സങ്കരനായിട്ടോ പല വണ്ടിയുടെ മിക്സാണ് ഇത്. ഞങ്ങൾ ഇന്നലെ ഒന്ന് സ്റ്റാർട്ടാക്കി ഇവിടം വരെ എത്തിച്ചു വണ്ടി. ഇവിടെ വന്ന് ഓഫായി പോയി. ഇന്നിനി ഇപ്പോൾ എടുത്തോണ്ട് പോകണം. നല്ല മഴയല്ല, മഴ നനഞ്ഞ് നടക്കുന്നതുകൊണ്ട് സ്റ്റാർട്ടാവാൻ നല്ല പണിയായിരിക്കും. ആ വണ്ടി നമ്മൾ സ്റ്റാർട്ടാക്കാൻ പോകണം കേട്ടോ. ഇതിപ്പോൾ ഹെഡ്സെറ്റൊക്കെ വെച്ചേക്കണമാരുണ്ട്, സൗണ്ടൊക്കെ കുറച്ച് പോകും, നല്ല അലപ്പായിരിക്കും. ഭയങ്കര ഫസ്റ്റ് ആയിട്ട് ഇത് സ്റ്റാർട്ട് ആകുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തോണേ. ഓ പൂജി അവിടെ പൂജി ഒന്നുകൂടെ ഓട്ടറാ തണുത്താണ്, നല്ലോണം തണുത്താണ് വണ്ടി. എടാ ആണാ സ്ലോ റേസ് കൂട്ടിയിട്ടുണ്ടോ? സ്ലോ റേസ് ആണെങ്കിൽ കൂട്ടിയിട്ടേക്കാം അല്ലേ, അന്നേരം ഇടിക്കാൻ ചാൻസ് ഉണ്ട് വണ്ടി. നോക്കടാ അടിച്ചു നോക്കടാ ബാക്കി. ഇപ്പോൾ സ്റ്റാർട്ടാകണോ? അവിടെ താക്കോലൊക്കെ വേണോടാ. സ്റ്റാർട്ടായി വണ്ടി. അവൻ്റെ കൈ, അവൻ്റെ പിഴച്ച കൈ. 16ാമത്തെ അടി. സ്റ്റാർട്ടാവടാ. ഒന്ന് ആദ്യം കയറി വന്നായിരുന്നല്ലോ വണ്ടി. നമുക്ക് ഇച്ചിരി നാച്ചുറൽ വെള്ളച്ചാട്ടത്തിൻ്റെ ചവിട്ടി നോക്കാം. എങ്ങനെയുണ്ട് ബാക്കറി? അടിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടോ? നല്ല പടിയാണ്. ആ ഏതാ സ്റ്റാർട്ടായി. സൗണ്ട് ഹെഡ്സെറ്റിന്റെ സൗണ്ടൊക്കെ കുറച്ച് കേട്ടോ. പയ്യെ ആയി വന്നിട്ടുണ്ട് കേട്ടോ. ആ സ്റ്റാർട്ടായ സെറ്റപ്പില് നമുക്ക് കയറി പോയേക്കാം, നല്ല പണിയാവും. കുറച്ച് ഓഫ് റോഡ് ഉണ്ട് കേട്ടോ. നമുക്ക് പറയണ ഒന്നും കേൾക്കണുണ്ടാവില്ലല്ലോ, നല്ല ഒച്ചയായിരിക്കും. നമ്മള് വണ്ടി വീട്ടിലെത്തിച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എല്ലാം അഴിക്കണം. സീറ്റൊക്കെ അഴിച്ച് വെച്ചിട്ടുണ്ട്. സീറ്റൊക്കെ അഴിച്ച് സെറ്റ് ടൂൾസ് ഒക്കെ എടുത്ത് കഴിഞ്ഞ് സ്റ്റൈലായിട്ട് ഉണ്ട്. ഏതാ ഒത്തിരി വണ്ടി പണിയായിട്ടുണ്ട് കേട്ടോ. അവൻ്റെ വണ്ടിക്ക് ടാങ്കിന് തൊള്ളടയ്ക്കാൻ പറ്റും. ഇത് വേറൊന്നുമല്ല, ഇത് ടൂൾസ് അതിനകത്ത. ആ അപ്പൊ നമുക്കിനി ടാങ്ക് കഴിച്ച് ക്ലീൻ ആക്കണല്ലോടാ. നീ എങ്ങോട്ടെങ്കിലും കറക്കടാ, ഊരി വന്നാ പോലെ. ഇങ്ങനെയല്ലേ പഠിക്കണേ? ആശാനോട് ചോദിച്ചാൽ മതി, ആശാൻ പഠിപ്പിച്ചു തരാം. ശരി, ആശാനും ശിഷ്യനും കൂടെ ഇന്ന് തമ്മിത്തല്ലിച്ചാവും. ആ കറക്റ്റ് ബാക്കരി. മുഖത്ത് വിമിഷ്ടം കാണുന്നുണ്ടോ? നോക്കട്ടെ. ഇല്ല, നല്ല രീതിക്കുണ്ട് കേട്ടോ ഇതിനകത്ത്. അതിന്റെ ആ മിസ്സിങ് അത് തന്നെ കാർഡ് ഇറങ്ങുന്ന. അപ്പൊ കാർബൺ ഒന്ന് ക്ലീൻ ചെയ്ത് അതും കാറും ക്ലീൻ ചെയ്ത് ടാങ്കും ക്ലീൻ ചെയ്യാം. ടാങ്കിൽ അവിടെ പെട്രോൾ ഊറ്റിയെടുക്കാം. അവിടെ നീ എന്നാ ടാങ്കിന്ന് എന്തൊക്കെ നമ്മള് കാർബറേറ്റർ അടിക്കാൻ പോവുക കേട്ടോ. കാർബറേറ്റർ അടിക്കാൻ പോവാ. അതിനാണ് ഇത്ര സന്തോഷം. ഭയങ്കര സന്തോഷം. എന്നാ അറിയത്തില്ല. ഭയങ്കര കണ്ട് ക്യാമറയിൽ മഞ്ഞടിക്കണേ. ആ അവിടുത്തെ ആ ഓസിന്റെ കണക്ഷൻ ഒഴിക്കണം. ഇവിടെ ഒന്നും അല്ലേ എയർ ഫിൽറ്റർ എന്ന് വരുന്നത്. കാർബറേറ്റർ ഊരിക്കട്ടെ ഗൈസ്. പെട്രോൾ ഒഴിച്ച് കളിക്കാം. അതെ, 2 സ്പ്രേ വെച്ചാൽ നമ്മുടെ കാർബറേറ്റർ ഓപ്പൺ ആയി. അവസ്ഥ നമുക്ക് നോക്കാം. ഈ സാധനം ഊരി എടുത്തിട്ടുണ്ട് കേട്ടോ. തുരുമ്പുണ്ട്. ഓക്കെ, എന്നാലും ഉണ്ടല്ലേ അടിയിൽ നല്ലോണം തുരുമ്പാണ്. ഇതിനകത്ത് പെട്രോൾ നിറഞ്ഞിട്ട് മേലോട്ട് കയറി വരും അല്ലേ? നമ്മളതിൻ്റെ ടാപ്പ് അങ്ങ് ഊരിയിട്ട് ഉള്ള കരടെല്ലാം കളയാന്ന് വെച്ചു. ആ നോക്കാം. എന്താ നല്ല വരുമ്പോ തന്നെ. കുഞ്ഞാ ദേ കിടക്കണോ തുരുമ്പ് കണ്ടവാ. നിറച്ചും തുരുമ്പാണോ? ആദ്യം കളഞ്ഞ കുറെ നല്ലോണം ചാടുന്നുണ്ട്. ഒന്നുകൂടെ വെള്ളം നിറച്ചൊന്ന് കുലുക്കിയിട്ട് ഇടുവാണെങ്കിൽ ചേട്ടാ നല്ലത്. ഇത് അതിനകത്ത് പകുതി ടാങ്കിനകത്തത്തെ തുരുമ്പ്. ഇത് കാർബറേറ്ററിനകത്ത് ഉണ്ടായിരുന്നത്. ഇത് ഉണ്ടോ കേട്ടോ. കാർബറേറ്റർ ക്ലീനാക്കി തിരിച്ചു വെച്ചേക്കാം അല്ലേ? തിരിച്ചു വെച്ചേക്കാം. അതൊന്നും ഇരിക്കട്ടെ. ടാങ്ക് ഒരു ദിവസം കൊണ്ടുവരുന്ന വൃത്തിയാക്കിയിട്ട് കയറ്റിയാൽ മതില്ല. നമ്മുടെ കാർബറേറ്റർ ക്ലീൻ ആക്കി. കാർബറേറ്റർ ക്ലീൻ ആയിട്ടുണ്ട്. പിന്നെ കാണാൻ മേനുള്ളൊരു കാർബറേറ്റർ അല്ലേ? അതല്ല, കാണാൻ മേന. എൻ്റെ ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ, സ്പ്ലെൻഡറിൻ്റെ ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ആർക്കറിയാം. ഞാൻ ഓടുന്നതിന് കുഴപ്പമില്ല ഗൈസ്. ഓടുന്നേ ഉള്ളൂ. ഓടുന്നുണ്ട്. ചെക്കൻ പാട്ട് പാടുത്തടാ. ബാക്കിനോട് തന്നെ പരിപാടി. ഒരു പണി ഞാൻ ഏൽപ്പിച്ചതാ. പണി ഞാൻ നീ തീർക്കാൻ നോക്ക്.
ആശാന്റെ തെറി വെറുതെ കേൾക്കണ്ട. ഞാൻ തെറി പറയാനുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഈ വണ്ടി കൊണ്ട് തന്നെ പരിപാടി അത് പറഞ്ഞു. വണ്ടി കൊണ്ട് നമ്മള് ഒന്നെങ്കിൽ ഓഫ് റോഡ് സെറ്റപ്പ് വണ്ടി പണിയും. അത് പണിയാണെങ്കിൽ പിന്നെ ഓഫ് റോഡിങ് വീഡിയോസ് ഒക്കെ ഇടയ്ക്ക് കാണാം. ഓരോരോ അപ്ഡേറ്റ്. സ്ക്രാംബ്ലർ വേണോ കഫേ റേസർ വേണോ? മുണ്ട് താത്തി കിട്ടേ അല്ലെങ്കിൽ കൊടുക്ക കാണുമെന്ന്. നമസ്കാരം. നമസ്കാരം. പോരട്ടെ. കാർബറേറ്റർ നമ്മൾ ക്ലീൻ ചെയ്ത് കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ മച്ചാമാരെ ടാങ്ക് നമ്മൾ ക്ലീൻ ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഞാനിനി കയറ്റി വെച്ച് നോക്കണം. അതിന് പെട്രോൾ വെച്ച് വണ്ടി സ്റ്റാർട്ടാക്കാൻ പോവാ. ആണോ? ഏത് അപ്പൊ നമ്മള് ടാങ്കൊക്കെ കയറ്റി സെറ്റ് ചെയ്തു. സീറ്റ് എല്ലാം കയറ്റി സാധനമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വണ്ടി സ്റ്റാർട്ടാക്കി ഐശ്വര്യമായിട്ട് അടിച്ച് നോക്കാം. സ്റ്റാർട്ടാകുമോ നോക്കാം. ഒറ്റയടിക്ക് സ്റ്റാർട്ടായി എല്ലാവരും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടൊക്കെ ചെയ്തേട്ടോ. ക്യാമറയുടെ ക്ലാരിറ്റി കുറവല്ല കേട്ടോ. അതാ സാധനം. കഥ പറഞ്ഞെടുത്ത വണ്ടി സ്റ്റാർട്ടാക്കി എന്തായാലും ഫോഗ് അടിച്ചിരിക്കണം. അതാണ് ഇടയ്ക്ക് ഇങ്ങനെ ഒരു ലെൻസ് പ്ലെയർ പോലെ കാണുന്നത്. ക്യാമറയ്ക്ക് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ക്യാമറ. സ്റ്റാർട്ടായി ഗൈസ്. നോക്കിയാലോ? നമുക്ക് വണ്ടി സ്റ്റാർട്ടായ സെറ്റപ്പിൽ നന്നായിട്ട് 2 കറക്ക് ഇറക്കിയേക്കാലടാ. ഇറക്കിയേക്കാം. നമുക്ക് കറക്കാൻ പോവാം. നോക്കട്ടെ സ്റ്റാർട്ടാവണം നോക്കട്ടെ. പെട്രോൾ ആണല്ലേ? സ്റ്റാർട്ടിങ്ങാ. നമുക്ക് ഞാൻ വണ്ടി എടുത്തോ. അല്ല നോക്കട്ടെ. ഓക്കെ. അവിടെ ഞാൻ മിക്കവാറും തുള്ളി കളിക്കാൻ വേണ്ടി ഇവിടെ മിക്കവാറും വേണ്ടി തുള്ളി കളിക്കും. നമ്മളെ കുഞ്ഞന്നിട്ട് കറക്കണായിരിക്കും. ടയറൊന്നും ഇല്ല അല്ലേ? ടയറില്ല. 2 നൂലിന്റെ വെള്ളം നടക്കണത്. ആ സ്പ്രോക്കറ്റ് ഒരു നട്ടയിലാ നിൽക്കണേ. അതുകൊണ്ട് ഒത്തിരി അക്കം കാണുന്നത് ചിലപ്പോൾ എല്ലാം കൂടെ കൂടി കയ്യിൽ നിൽക്കും. അത് നമ്മൾ ഉദ്ദേശിക്കണ പോലെ കയ്യിൽ നിൽക്കൂല വണ്ടി. മിസ്സിങ് ഇടയ്ക്ക് അടിക്കണം. കൺട്രോൾ ഇല്ല നീ. ഡണ്ട് സാര തെറ്റ്. കൺട്രോൾ കുറവാണല്ലോടാ. മൊത്തം കോമഡിയാണ് കേട്ടോ. ആടാ ഇടയ്ക്ക് അത് കൂടി കുറഞ്ഞ് വന്നുണ്ട്. ഒരു സ്മൂത്ത്നെസ് ഇല്ല അല്ലേ? പാടാ അത്. മിസ്സിങ് അടിക്കുക. പക്ഷെ ആ മിസ്സിങ് ഉള്ളോണ്ടേ വണ്ടി തുമ്മി പോവാ. നിൽക്കൂല. ചാടിക്കളി ഭയങ്കര ചാടിക്കളി. പറ്റല്ലേ? നമുക്ക് ആ പ്രോജക്ട് ഇറങ്ങിയേക്കാം. ഓഫ് റോഡ് ആക്കാനല്ലോ. ഓഫ് റോഡ് ആക്കാൻ വേണ്ടിയാ. ഓഫ് റോഡ് വണ്ടി എന്നിട്ട് നൈസ് വീഡിയോസ് ഇറക്കാം. വണ്ടി പണിത് വർക്കൊക്കെ കഴിഞ്ഞ് ഇറങ്ങുമ്പോ ഇടാതല്ലേ? അപ്പൊ നമ്മൾ ഇതിന്റെ പരിപാടി തുടങ്ങി വെക്കുവാണ്. വണ്ടി സ്റ്റാർട്ട് ചെയ്തെടുത്തു. വണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്തെടുത്ത് എത്തിയില്ല. ഇത്ര സെറ്റപ്പ് ആയില്ല. സെറ്റപ്പ് ആക്കി എടുത്ത് ഇനി ബാക്കി വർക്ക് കൂടെ നടത്തണം. ഇത്ര ഓടുന്നുണ്ടല്ലോ. പിന്നെ
അപ്പൊ ശരിയല്ലേ, നമുക്ക് അപ്പൊ അടുത്ത അടുത്ത പണി വീഡിയോ തുടങ്ങുമ്പോൾ കാണാം. ഓക്കെ ബൈ.